ബിരിയാണിയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ 2 തരം സാലഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ മയോണൈസ് സാലഡും പിന്നെ കച്ചുംബർ സാലഡുമാണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ മയോണൈസ് സാലഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് വരെ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് വരെ അനാറും അതായത് pomegranate സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വരെ കുക്കുംബർ കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം പുതിനയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ആണ്. പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മയോണൈസിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വരെ തേനും കൂടി ചേർത്ത് കൊടുക്കാം. തേൻ വീട്ടിലില്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇന്ന് ഞാനിപ്പോൾ ചേർക്കുന്നത് തേനാണ്. 2 ടീസ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മയോണൈസിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൂട്ട്സിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാലഡാണ് പൈനാപ്പിൾ മയോണൈസ് സാലഡ്. ഇതിൽ നമ്മൾ വേറെയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല സിമ്പിൾ പൈനാപ്പിൾ മയോണൈസ് സാലഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കച്ചുംബർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് വരെ കുക്കുംബർ നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി വെള്ളവും കുരുവൊക്കെ കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞെടുത്തത്. ഇത്രയും നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. വലിയ ചെറുനാരങ്ങയാണ്. ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കച്ചുംബർ സാലഡും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 2 സാലഡുകളാണ്. ബിരിയാണിക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 സാലഡുകളും റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്